13-കാരിയുടെ വ്യാജപരാതിയിൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് 20-കാരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചുവെന്ന 13-കാരിയുടെ വ്യാജപരാതിയിൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് 20-കാരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. കൂടൽ SI ജയമോഹനും സംഘവും മർദ്ദിച്ചതായാണ് യുവാവിന്റെ പരാതി. സിവിൽ വേഷത്തിൽ പോലീസ് തന്റെ വീട്ടിലെത്തുകയും ബലപ്രയോഗത്തിലൂടെ വാഗണർ കാറിൽ കയറ്റുകയും ചെയ്തു. നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. പോലീസ് തിരിച്ചും മറിച്ചും തന്നെ ചോദ്യം ചെയ്തുവെന്നും യുവാവ് പറയുന്നു. പരാതിക്കാരെ തനിക്ക് അറിയില്ല എന്ന് പോലീസിനോട് പറഞ്ഞുവെന്നും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പോലീസിനോട് പറഞ്ഞിട്ടും തന്റെ വാക്കുകൾ വിലക്കെടുത്തില്ലെന്നും യുവാവ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. SI സംഘവും തന്നെ ക്രൂരമായി മർദ്ദിച്ചു. ലാത്തി ഉപയോഗിച്ച് തന്റെ കാൽവെള്ളയിൽ ക്രൂരമായി അടിച്ചു. ബൂട്ടിട്ട കാലുകൾ കൊണ്ട് തന്റെ കാൽ ചവിട്ടി ചതച്ചു. ചെവിക്ക് പിടിച്ച് ശക്തമായി മുകളിലേക്ക് വലിച്ചുപൊക്കി. ചെവിക്ക് ഗുരുതരമായ പരിക്കേറ്റു. ജൂലൈ 4 വൈകിട്ട് 6 മണിയോടെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ നിന്ന് തന്നെ വിട്ടയച്ചു. തന്നെ മർദ്ദിച്ച പോലീസിനെതിരെയും വ്യാജ പരാതി നൽകിയവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും യുവാവ് പരാതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം മർദ്ദിച്ചുവെന്ന യുവാവിന്റെ ആരോപണത്തിൽ പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. CPIM DYFI പ്രവർത്തകർ ഇന്ന് കൂടൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കും. പോലീസിൽ നിന്ന് മർദ്ദനമേറ്റുവെന്ന വിവരം 20-കാരൻ പറഞ്ഞിരുന്നു. വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചുവെന്നായിരുന്നു യുവാവ് വെളിപ്പെടുത്തിയത്. കാൽവെള്ളയുടെ അടിയിൽ ചൂരൽ കൊണ്ട് അടിച്ചുവെന്നും തലമുടിയിലും ചെവിയിലും പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയെന്നും യുവാവ് പറഞ്ഞു. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും പോലീസ് കേൾക്കാൻ തയ്യാറായില്ലെന്നും യുവാവ് വെളിപ്പെടുത്തിയിരുന്നു. അനുജനാണെന്ന് കരുതി തന്നെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തതെന്ന് 20-കാരന്റെ സഹോദരനും പറഞ്ഞിരുന്നു. ജിമ്മിൽ നിന്നും പോലീസ് വിളിച്ചുകൊണ്ടുപോവുകയായിരുന്നു. പ്രായം ചോദിച്ചപ്പോൾ 28 വയസ്സാണെന്ന് പറഞ്ഞു. സഹോദരൻ ഉണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. ഉണ്ടെന്നും വീട്ടിലാണെന്നും പറഞ്ഞപ്പോൾ പോലീസ് തന്നെയും കൂട്ടി വീട്ടിലേക്ക് പോയി. തുടർന്ന് അനുജനെ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ തങ്ങൾ രണ്ടുപേരെയും കൂടൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയെന്നും 28-കാരൻ പറഞ്ഞിരുന്നു. പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചുവെന്ന 13-കാരിയുടെ പരാതി വ്യാജമാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന പെൺകുട്ടി മജിസ്ട്രേറ്റിനോട് വ്യക്തമാക്കിയിരുന്നു. സഹപാഠിയോട് തനിക്ക് പ്രണയം തോന്നിയെന്നും എന്നാൽ സഹപാഠി പ്രണയം നിരസിച്ചതായും പെൺകുട്ടി പറഞ്ഞു. ഇതിന്റെ നിരാശയിലാണ് സഹപാഠികൾക്കെതിരെ പീഡന പരാതി നൽകിയെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ശരീരത്തിൽ പരിക്കേറ്റിട്ടില്ലെന്നും കണ്ടെത്തിയിരുന്നു. പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കോടതി റഫർ റിപ്പോർട്ട് സമർപ്പിക്കും. ശനിയാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. സഹപാഠികൾ പീഡിപ്പിച്ചതായി 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിൽ വിവരം അറിയിച്ചു. ഇതിന് പിന്നാലെ പോലീസ് പെൺകുട്ടികളുടെ 4 സഹപാഠികളെയും 2 മുതിർന്നവരെയും വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത യുവാവാണ് പരാതിയുമായി നിലവിൽ ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്.